Good morning, students. Today we will discuss about ruby laser here. Okay. Here, ruby laser is consisting of a ruby rod or a ruby crystal or a crystal, that is this one. It is consisting of a ruby rod or a crystal which is fully polished with one end of this rod is silvered, fully silvered, and the other end is partially silvered. നമ്മൾ ലേസർ മീഡിയത്തിൻ്റെ കേസിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതാണ്. സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ റൂബി ലേസറിൽ നടക്കുന്നത്. ഈ റൂബി റോഡ് ഒരു ക്രോമിയം ഡോപ്പഡ് അലൂമിനിയം ഓക്സൈഡ് ക്രിസ്റ്റലാണ്. ഓക്കെ, അലൂമിനിയം ഓക്സൈഡ് ക്രിസ്റ്റലാണ്, പക്ഷെ അവിടെ ക്രോമിയം ഡോപ്പ് ചെയ്ത് ഒരു ക്രിസ്റ്റലാണ്. ഓക്കെ, ആൻഡ് ദ ടു എൻഡ് ഇസ് പോളിഷ്ഡ് where one end is fully silvered and the other end is partially silvered. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പാർഷ്യലി സിൽവേർഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ ലേസർ അല്ലെങ്കിൽ ഒരു അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് ഈ ഒപ്റ്റിക്കൽ റെസനേറ്റർ വഴി ഒപ്റ്റിക്കൽ റെസനേറ്റർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റെസനേറ്റർ നടന്നിട്ട് വരുന്നത് പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള ഈ മിററിൻ്റെ ഉള്ളിൽ കൂടെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതെല്ലാം പറഞ്ഞതാണ്. ഓക്കെ, അപ്പം റൂബി ലേസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് എ റൂബി റോഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ക്രോമിയം ഡോപ്പഡ് aluminum oxide crystal in which one end is fully silvered and the other end is partially silvered, which is acting as a this ruby rod is acting as a optical resonator here. Okay, resonator ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ റൂബി റോഡാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റൂബി റോഡ് is having the diameter of 0.5 centimeter and the length of 4 centimeter. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ റൂബി റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇതൊന്ന് ഈ കോയിൽ പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇറ്റ് ഈസ് എ ഫ്ലാഷ് ട്യൂബ്, സെനോൺ ഫ്ലാഷ് ട്യൂബാണ്. ദാറ്റ് ഈസ് ഈ ഫ്ലാഷ് ട്യൂബ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പമ്പിങ്, ഒപ്റ്റിക്കൽ പമ്പിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലാഷ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. സെനോൺ ഫ്ലാഷ് ട്യൂബാണ്. ഓക്കെ, ഇത് ഒരു സെനോൺ ഫ്ലാഷ് ട്യൂബാണ്. ഇറ്റ് ഫോംസ് ദിസ് സെനോൺ ലാമ്പസ് ഫോമിങ് ദ ഒപ്റ്റിക്കൽ പമ്പിങ് സിസ്റ്റം. ആൻഡ് പിന്നെ നടക്കുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ കപ്പാസിറ്റർ ആൻഡ് എ ബാറ്ററി. ഓക്കെ, വെൻ ദ ലൈറ്റ് ഈസ് ഓൺ, ദിസ് ഫ്ലാഷ് ട്യൂബ് ഓൺ ആവുമ്പം ഒരു ഓവറോൾ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ, ഓവറോൾ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഇവിടെ ഫ്ലാഷ് ലാമ്പ് ഓൺ ആവുമ്പം, സെനോൺ ഫ്ലാഷ് ട്യൂബ് ഓൺ ആവുമ്പം ഇവിടെയുള്ള ക്രോമിയം അയോൺ, ഈ റൂബി റോഡിലുള്ള ക്രോമിയം അയോൺ എന്ത് ചെയ്യും? അതിനെ അബ്സോർബ് ചെയ്യും. ആ വൈറ്റ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എനർജി ലെവൽ നോക്കുമ്പം അത് എക്സൈറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഹിയർ ദിസ് റൂബി റോഡ് ഇസ് സറൗണ്ടഡ് വിത്ത് എ ഗ്ലാസ് ട്യൂബ്. ഹിയർ ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഓവറോൾ പിക്ചർ ഓഫ് എ റൂബി ലേസർ. നിങ്ങൾക്ക് ക്ലാരിഫൈഡ് ആയിട്ടുള്ള അത്രയും ടെക്സ്റ്റ് ബുക്കിൽ ക്ലാരിഫൈഡ് ആയിട്ടുള്ള പിക്ചർ ഉണ്ട്, ഡയഗ്രാം ഉണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പം അതിനെ സറൗണ്ട് ചെയ്തിട്ടൊരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആൻഡ് ദ ഗ്ലാസ് ട്യൂബ് ഇസ് സറൗണ്ടഡ് വിത്ത് ദിസ് ഫ്ലാഷ് ട്യൂബ്. ഈ സെനോൺ ഫ്ലാഷ് ട്യൂബ് സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ട്യൂബിൻ്റെ മുകളിലാണ്. ഓക്കെ, ആൻഡ് ദിസ് ഫ്ലാഷ് ട്യൂബ് ഇസ് ആക്ടിങ് ആസ് എ പമ്പിങ് സിസ്റ്റം. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? അപ്പം ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിവിടെ പറഞ്ഞു ഈ റൂബി ലേസറിൽ നിന്നും ഇവിടെ സെനോൺ ഫ്ലാഷ് ട്യൂബ് ഇവിടെ പമ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പമ്പിങ് എന്തിനാണ് നടക്കേണ്ടത്?
പോപ്പുലേഷൻ ഇൻവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പിങ് ചെയ്യുന്നത് അല്ലേ? പമ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് റൂബി ലേസറിൽ നടക്കുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം അവിടെ ഒപ്റ്റിക്കൽ പമ്പിങ്ങിന് യൂസ് ചെയ്യുന്നത് ഇവിടെ എന്താണ്? സെനോൺ ഫ്ലാഷ് ട്യൂബാണ്. ഈ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ലൈറ്റ് ഓൺ ചെയ്യുമ്പം ഇവിടെ ക്രോമിയം അയോൺസ് ഈ റോഡിലുള്ള നമ്മുടെ ഈ റൂബി റോഡിലുള്ള ക്രോമിയം അയോൺസ് എന്ത് ചെയ്യും? ഇറ്റ് അബ്സോർബ്സ് ദാറ്റ് വൈറ്റ് ലൈറ്റ് from the flash lamp and make the transition to the higher energy state. Okay, അവിടെ എന്ത് സംഭവിക്കും? ഈ ഫ്ലാഷ് ട്യൂബിൽ നിന്നും ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് അവിടെ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതായത് ക്രോമിയം അയോൺസ് ആ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ക്രോമിയം അയോൺസ് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ദാറ്റ് ഈസ് വെയർ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ സ്പോണ്ടേനിയസ് എമിഷൻ വഴി അത് പിന്നെ തിരിച്ചു പോകും. നമുക്കറിയാം സ്പോണ്ടേനിയസ് എമിഷനിൽ 10 വി നോ ദാറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ -10 -8 സെക്കൻഡ്സ് മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളത് അല്ലേ? സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. പിന്നെ അവിടെ സ്പോണ്ടേനിയസ് എമിഷൻ നടന്നിട്ട് ഈ അയൺ എന്ത് ചെയ്യും? തിരിച്ച് പോവും വിത്ത് ദ എമിഷൻ ഓഫ് 1 ഫോട്ടോൺ ദേർ. ആ എമിറ്റ് ചെയ്ത ഫോട്ടോൺ, ആ സ്പോണ്ടേനിയസ്ലി എമിറ്റ് ചെയ്ത ഫോട്ടോണ് ട്രാവൽ ചെയ്തിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെയുള്ള ക്രോമിയം അയോൺസ് എല്ലാം സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഈ കാര്യങ്ങൾ ഞാൻ ലേസർ മീഡിയത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ മീഡിയത്തിൽ എല്ലാം ഡിസ്കസ് ചെയ്താണ്. ഇതൊന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ വർക്കിങ്ങിൽ you should write that. Okay, ഞാൻ ഒന്നുകൂടി പറയാം. ക്രോമിയം ions absorbs the light from flash lamp and make the transition to the higher energy state. Okay, and thus the population inversion is achieved by xenon flash tube. അങ്ങനെ ഈ ഫ്ലാഷ് ട്യൂബ് വഴി നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഒരുപാട് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരുപാട് ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കും. അതായത് പോപ്പുലേഷൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്നാൽ മാത്രമേ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാവുള്ളൂ. ആൻഡ് ദസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നാലേ ലേസർ ആക്ഷൻ നടക്കുള്ളൂ. അതായത് നമ്മൾ ലേസർ ആക്ഷന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണം ആൻഡ് അതിന് വേണ്ടിയിട്ട് പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ കിട്ടി ബൈ ദ xenon ഫ്ലാഷ് ട്യൂബ്, ബൈ ദ പമ്പിങ് ആൻഡ് ദിസ് സ്പോണ്ടേനിയസ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, സ്പോണ്ടേനിയസ്ലി എമിറ്റഡ് ഫോട്ടോൺസ് ട്രാവലിംഗ് ത്രൂ ദിസ് റോഡ്. ഈ സ്പോണ്ടേനിയസ്ലി എമിറ്റ് ചെയ്ത ഈ ഫോട്ടോൺ എന്ത് ചെയ്യും? ഈ റോഡിൻ്റെ ഉള്ളിൽ കൂടെ ട്രാവൽ ചെയ്യും. അങ്ങനെ അവിടെ ബാക്കിയുള്ള ക്രോമിയം അയോൺസ് എല്ലാം ആ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇറ്റ് ഗെറ്റ് എക്സൈറ്റഡ് ടു ദ ഹയർ എനർജി സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് ദ റേഡിയേഷൻ. ദസ് ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റിംഗ് ദ റേഡിയേഷൻ അല്ലേ? ആൻഡ് ദ എമിറ്റഡ് ലൈറ്റ് is traveling. ഇനി നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നു, അല്ലെ റേഡിയേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടു. ഇനി എന്ത് സംഭവിക്കണം? നമുക്കവിടെ ഒപ്റ്റിക്കൽ റെസനേറ്റർ നടക്കണം. വാട്ട് ഈസ് എ ഒപ്റ്റിക്കൽ റെസനേറ്റർ? സ്റ്റിമുലേറ്റഡ് എമിഷനെ ആംപ്ലിഫൈ ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഒപ്റ്റിക്കൽ റെസനേറ്റർ. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ ഫോട്ടോൺസിന് സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺസ് എന്ത് ചെയ്യപ്പെടും? ഈ എമിറ്റഡ് ലൈറ്റ് ട്രാവൽസ് ബാക്ക് ആൻഡ് ഫോർത്ത്. അവിടെ ഓസിലേഷൻ നടക്കും. ബാക്ക് ആൻഡ് ഫോർത്ത് ഓസിലേഷൻ നടന്നിട്ട് ഈ രണ്ട് മിറേഴ്സിൻ്റെയും ഇടയിലാണ് ഈ ബാക്ക് ആൻഡ് ഫോർത്ത് ഓസിലേഷൻ നടന്നിട്ട് അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടാവും ആൻഡ് ഇറ്റ് ഗെറ്റ് ആംപ്ലിഫൈഡ്. അവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കും. ഓക്കെ, amplified.
and optical resonator, the emitted light is traveling back and forth between these two mirrors where the multiple reflection is taking place and it get amplified. Okay, and this multiple reflection നടന്ന് ആംപ്ലിഫൈ ചെയ്യപ്പെട്ട ഈ റേഡിയേഷൻ എന്ത് ചെയ്യും, ഈ ലൈറ്റ് എന്ത് ചെയ്യും, ഹൈ ഇൻറ്റൻസ് ലൈറ്റ് എന്ത് ചെയ്യും, ഇറ്റ് എസ്കേപ്പ് ത്രൂ ദിസ് പാർഷ്യലി സിൽവേർഡ് മിററിൽ നിന്നും അത് എസ്കേപ്പ് ചെയ്യും. ഇറ്റ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം പാർഷ്യലി സിൽവേർഡ് മിറർ ആൻഡ് ദസ് ദ ഔട്ട്പുട്ട് റേഡിയേഷൻ we can name that as അവിടെ ഒരു ഔട്ട്പുട്ട് റേഡിയേഷൻ ഉണ്ടാവുന്നുണ്ട് ആൻഡ് വി ക്യാൻ നെയിം ഇറ്റ് ആസ് റെഡ് ലേസർ ലൈറ്റ് ആസ് റൂബി ലേസർ. ഓക്കെ, റെഡ് ലേസർ ലൈറ്റ് ആൻഡ് ദാറ്റ് ഈസ് റൂബി ലേസർ ആൻഡ് വിച്ച് ഈസ് ഹാവിങ് ദ വേവ് ലെങ്ത്. ഈ വേവ് ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എന്ത് കാരണവശാലും മറന്നു പോകരുത്. You have to write this. I mean, ഇതിനെ പറ്റി ഒരു essay പറയാൻ, എസ്സേയോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനോ എന്തെങ്കിലും തന്നാൽ തന്നെ you should write this wavelength. This is important. 694.3 nanometer. Okay, this is the wavelength. The output radiation is having the wavelength of 694.3 nanometer. Okay, this is important. ഈ ലെവലിൽ നമുക്ക് ഇത് പറയുകയാണെങ്കിൽ ഹൗ വിൽ ഡിസ്കസ് ദിസ്. നമുക്ക് പറയാം, നമ്മുടെ ക്രോമിയം റൂബി റോഡിലുള്ള ക്രോമിയം അയോൺ എന്ത് ചെയ്യും, സെനോൺ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇറ്റ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലേ. ഇറ്റ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ഇതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആകെ ഒരു കുറച്ച് ലൈഫ് ടൈം മാത്രമേ ആറ്റം സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നോൺ റേഡിയേഷൻ ട്രാൻസിഷൻ നടന്നിട്ട് ഇവിടെ ഏത് ആറ്റവും എന്ത് ചെയ്യും, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും കൂടുതലായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കാൻ ദാൻ എക്സൈറ്റഡ് സ്റ്റേറ്റിനേക്കാളും നിൽക്കാൻ ശ്രമിക്കുക. സോ ദ ആറ്റം ഒരു നോൺ റേഡിയേഷൻ ട്രാൻസിഷൻ നടന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ദ ആറ്റം ഇസ് സ്റ്റേബിൾ ഇൻ ദിസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് ഇവിടെ ആ ആറ്റം എന്ത് ചെയ്യും, ഇറ്റ് ഗെറ്റ് സ്പോണ്ടേനിയസ് എമിഷൻ, സ്പോണ്ടേനിയസ്ലി എമിറ്റ് ചെയ്തിട്ട് ആ എമിറ്റ് ചെയ്ത ഫോട്ടോൺസ് പിന്നീട് ക്രോമിയം അയോൺസിനെ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും ആൻഡ് ദാറ്റ് സ്റ്റിമുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് അവിടെ റേഡിയേഷൻ ഇറ്റ് ഗെറ്റ് എക്സൈറ്റഡ് ടു ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അവിടെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്കായിരിക്കും ഇറ്റ് ഗെറ്റ് എക്സൈറ്റഡ് ടു ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇവിടെ പോപ്പുലേഷൻ ഇൻവേർഷനാണ് ഇവിടെ നടക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോങ്ങർ ലൈഫ് ടൈം മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലാവുമ്പോൾ തന്നെ ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി നമുക്കിവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഒരുപാട് ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കൂടുതലായിട്ട് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നമുക്ക് ആറ്റംസ് ഉണ്ടാവും. സോ ദസ് ഇറ്റ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കും ആൻഡ് ദ ലേസർ ആക്ഷൻ ഇസ് ഹാപ്പനിങ് ആൻഡ് പിന്നെ അത് ഓപ്റ്റിക്കൽ റെസനേറ്റർ വഴി, അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺസ് പിന്നീട് ലേസർ റോഡിൽ ബാക്ക് ആൻഡ് ഫോർത്ത് റോഡിൻ്റെ ഒരറ്റം ഫുള്ളി സിൽവേർഡും ഒന്ന് പാർഷ്യലി സിൽവേർഡും ആയതിനാൽ ഈ റോഡിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺസ് ബാക്ക് ആൻഡ് ഫോർത്ത് ഓസിലേറ്റ് ചെയ്തിട്ട് അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കും ആൻഡ് ഇറ്റ് ഗെറ്റ് ആംപ്ലിഫൈഡ് ആൻഡ് ദിസ് ഫോട്ടോൺസ് ആംപ്ലിഫൈഡ് ആയിട്ടാണ് പിന്നീട് നമുക്ക് റൂബി ലേസർ കിട്ടുന്നത്. ഓക്കെ, റെഡ് ലേസർ ലൈറ്റ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ലേസർ ലൈറ്റ് ഇസ് having the laser light is having 694.3 nanometer. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് റൂബി ലേസറിനെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.